ഓടുന്ന കണ്ടല്ലോ. എന്താണ്? ഡിറ്റേഷന്റെ പേപ്പർ കൊണ്ടുവരുന്നുണ്ടോന്ന് നോക്കിയതാണോ? പേപ്പറൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. പേപ്പറെല്ലാം ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് തരാൻ പോവാ. ഇത് വീട്ടിൽ കൊണ്ടുപോയി പേരന്റിനെ കാണിച്ച് സൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം കേട്ടോ. നിങ്ങളോട് പഠിച്ചിട്ട് വരാനല്ലേ മക്കളെ പറഞ്ഞിരുന്നേ. ആകെ 5 വേർഡ്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ നമ്പർ നെയിംസ്. എന്നിട്ട് അതുപോലും പഠിക്കാണ്ട് വന്നിരിക്കുക. ആകെപ്പാടെ ഒരാൾക്ക് മാത്രമേ ഫുൾ മാർക്കുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ എന്തു പറ്റി? നോക്കിക്കേ, ആമിനാക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നത്. 5-ൽ 5. വെരി ഗുഡ്, ഗുഡ് ഗേൾ. കണ്ടോ എല്ലാവരും? എന്നാ മോളെ പേപ്പർ പിടിച്ചോട്ടോ, വീട്ടിൽ കൊണ്ടേ കാണിക്കണേ. എല്ലാവർക്കും ഇപ്പൊ പേപ്പറൊക്കെ കിട്ടിയില്ലേ? നോക്കിക്കേ, എന്താ നിങ്ങളുടെ തെറ്റിപ്പോയേക്കുന്നേന്ന്. നെക്സ്റ്റ് ഡേ വരുമ്പോ നല്ലതുപോലെ പഠിച്ചിട്ട് വരണം. എല്ലാവരും പേപ്പറൊക്കെ വീട്ടിൽ കൊണ്ടേ കാണിച്ച് സൈൻ ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവരണം കേട്ടോ. മിസ് പഠിപ്പിച്ചു വിടുന്നത് നല്ലതുപോലെ പഠിച്ച് എക്സാമിനൊക്കെ ജയിച്ചാലാണ് കേട്ടോ അടുത്ത ക്ലാസ്സിലോട്ട് പ്രൊമോഷൻ തരുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. എന്റെ മമ്മി എന്നെ വീട്ടിലോട്ട് കേറ്റുമെന്ന് തോന്നണില്ല. അന്ന് എന്റെ മമ്മി എന്നോട് എന്തോരം പഠിക്കാൻ പറഞ്ഞതാണെന്നറിയാവോ? അന്നേരം ഞാൻ കാർട്ടൂൺ കണ്ടോണ്ടിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് ആകപ്പാടെ പേടിയാവുന്നു. എടി നീ പേടിക്കണ്ട. ഡിറ്റേഷന്റെ പേപ്പർ മിസ് നോക്കി തന്നില്ലാന്ന് നീ മമ്മീനോട് ഒരു കള്ളാന്ന് പറയേ. അപ്പൊ കുഴപ്പമില്ലല്ലോ. അയ്യോ, കള്ളം പറയാനോ? എന്റെ പൊന്നോ, എക്സാമിന് ഞാൻ തോറ്റുപോയാൽ എന്റെ മമ്മിക്ക് അത്രയും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവൂല. പക്ഷെ ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ പിന്നെ എന്റെ കഥ അവിടെ തീർന്നു. കള്ളം പറയാൻ എന്റെ മമ്മിക്ക് ഒട്ടും ഇഷ്ടമല്ല. റോസ്ലി എന്നാ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ആ പേപ്പർ എടുത്തിട്ട് മിസ്സിന്റെ അടുത്തോട്ട് വന്നേ. അയ്യോ, ഇതും കൂടി ഇനി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്തു പറ്റി റോസ്ലി? ഇത് 0 മാർക്ക്. വീട്ടിൽ ചെന്നിട്ട് പുസ്തകം തുറക്കാനിട്ടല്ലേ? നോക്കിക്കേ, ONE1 ആ സ്പെല്ലിംഗ് വരെ ശരിയാക്കിയില്ലല്ലോ. അത് ഞാൻ പഠിച്ചില്ലായിരുന്നു മിസ്സേ. ആഹാ, പഠിച്ചില്ലെന്നോ? മിസ് എത്ര വട്ടം പറഞ്ഞു വിട്ടു പഠിച്ചുകൊണ്ട് വരണോന്ന്. നാളെ വരുമ്പോ റോസ്ലി ഉണ്ടല്ലോ, ആ റഫ് ബുക്കില് ഒരു 10 ടൈംസ് ഈ വേർഡ്സ് അല്ല ഈ നമ്പർ നെയിംസ് 10 ടൈംസ് എഴുതി പഠിച്ചിട്ട് പോരാട്ടോ. നാളെ മിസ്സിന് കൊടുത്ത് കാണിക്കാൻ വേണം 10 ടൈംസ് എഴുതി പഠിച്ചിരിക്കുന്നത്. എന്നാ സീറ്റിൽ പോയിരുന്നു. എനിക്ക് എംപോസിഷൻ കിട്ടിയടി. നിനക്കൊന്നുമില്ലല്ലോ, നീ രക്ഷപ്പെട്ടു. ഞാനൊന്ന് എഴുതി മടുക്കും. എന്നെ വയ്യ. എവരിബഡി ലിസൺ ഹിയർ. എല്ലാവരും പേപ്പറൊക്കെ എടുത്തു വെച്ചോട്ടോ. നാളെ വരുമ്പോ ഇരിക്കുന്ന എല്ലാവരും തെറ്റിപ്പോയത് ഫുൾ മാർക്ക് കിട്ടിയ ആമിനെ മാത്രം ഇമ്പോസിഷൻ എഴുതണ്ട. ബാക്കി എല്ലാവരും ഒരു 5 ടൈംസ് തെറ്റിപ്പോയത് എഴുതി പഠിച്ചിട്ടേ ക്ലാസ്സിൽ വരാൻ പാടുള്ളൂ. നീ വന്നോ? അപ്പൊ ഇന്നെന്താ സ്കൂൾ ബസ് നേരത്തെ വന്നോ? എന്റെ ഈശോയെ, ഞാനിത് എന്തോന്നാ ഈ കാണുന്നേ? ഷൂ ഒരു സ്ഥലത്ത്, ബാഗ് ഒരു സ്ഥലത്ത്, ടൈ ഒരു സ്ഥലത്ത്, എല്ലാം അങ്ങ് നിരത്തിയിട്ടേക്കുവാണല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വരുമ്പോ തന്നെ ഇത് വെക്കേണ്ടടുത്ത് തന്നെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണോന്ന്? എന്നെ കൊണ്ട് എന്നും ഇങ്ങനെ പറയിപ്പിച്ചാലാണോ നിനക്ക് സമാധാനാവുള്ളൂ? എന്നും ഞാൻ വരുമ്പോ തന്നെ പറയുന്ന കാര്യം ഇത്. അവൾക്ക് ഒരൊറ്റ വിചാരം കൊണ്ട് അവള് വീട്ടിലോട്ട് വരണേ, കാർട്ടൂൺ കാണണം, അല്ലാണ്ട് വേറെന്താ നോക്ക്. ഇങ്ങനെ എണീറ്റേ ആ യൂണിഫോം ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേ, എന്നിട്ട് വേണം ചായ കുടിക്കാന്. ഇന്നെന്താ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ? ഇന്ന് എന്നെ പഠിപ്പിച്ചത്? കഴിഞ്ഞ ദിവസം ഡിറ്റേഷൻ ഇടിച്ച് പേപ്പർ വന്നില്ലേ? കിട്ടിയില്ലെന്നാ? എന്നാ പേപ്പർ എടുത്തേ മമ്മ നോക്കട്ടെ. ഉണ്ടാ? നീ ഈസി ആയിരുന്നു കേട്ടോ പറഞ്ഞായിരുന്നത്. 0 മാർക്കോ? ഇതാണോ നിന്റെ ഈസി ഡിറ്റേഷൻ എന്ന് പറഞ്ഞത്? ഒരെണ്ണം പോലും നീ ശരിയാക്കിയില്ല. ഇല്ലാത്ത ഫീസും കൊടുത്ത് ഞാൻ എന്തിനാണ് നിന്നെ സ്കൂളിൽ വിടുന്നത്? എന്തിനാ വിടുന്നത്? നീ പറയേ. നിനക്ക് ആകെപ്പാട് കാർട്ടൂൺ കാണണം എന്നുള്ള ഒറ്റ വിചാരമുള്ളൂ. നീ ഇനി മേലാരും ഇവിടെ കാർട്ടൂൺ വെക്കട്ടോ. ഇനി ഞാൻ കാർട്ടൂൺ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരിക്കൽ പോലും ഇവിടെ കാർട്ടൂൺ വെച്ചു പോകരുത്. എല്ലാവരുടെ മമ്മിമാര് എത്ര സ്നേഹത്തോടെ അവരോട് പെരുമാറുന്നതെന്ന് അറിയാവോ? ഞാൻ സ്കൂളിലോട്ട് വരുമ്പോ തന്നെ മമ്മിക്ക് ഡിറ്റേഷന്റെ മാർക്ക് എത്രയാ, പഠിച്ചോ, ഫുൾ മാർക്ക് കിട്ടിയോ എന്നല്ലേ എന്നും ചോദിക്കാനുള്ളൂ. വേറെ വിശേഷങ്ങളൊന്നും മമ്മി ചോദിക്കാറില്ലല്ലോ. അവരുടെയൊക്കെ മമ്മിമാര് എത്ര സ്നേഹത്തോടെ അവരോട് സംസാരിക്കുന്നത്. എനിക്ക് പറ്റൂല. മമ്മിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ മമ്മി എന്നെ കൊണ്ട് കളഞ്ഞേരെ. എനിക്കിവിടെ നിൽക്കണ്ട. ഇന്ന് ആദ്യമായിട്ടല്ലേ മമ്മി ഞാൻ 0 മേടിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും 0 കിട്ടാറുണ്ട്.
അച്ചടാ, മമ്മിയുടെ പൊന്നിന് വിഷമായോ? മമ്മിയുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ, അല്ലാണ്ട് പൊന്നിന് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നല്ല. മമ്മിക്ക് മമ്മിയുടെ പൊന്നിന് ഇഷ്ടല്ലേ. ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. മമ്മിയുടെ പൊന്നല്ലേ. സോറിടാ.